മാമ്പഴം ആർക്കാണ് ഇഷ്ടമല്ലാത്തതല്ലേ? നമുക്ക് ഈ മാമ്പഴവുമായി ബന്ധപ്പെടുത്തി ഒരു കഥ കേട്ടാലോ? ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് വൃന്ദാവനം ആ ഒരു സ്ഥലത്ത് ഒരു മാമ്പഴ വിൽപ്പനക്കാരെത്തി. മാമ്പഴം വേണോ മാമ്പഴം? ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. ഒരു കൊച്ചു ഒരു വീട്ടിനകത്ത് നിന്ന് തൻ്റെ കയ്യിൽ നിറയത്തക്കവണ്ണം ധാന്യവുമായി കാലിൽ കൊലുസ് മണിഞ്ഞ് ഓടി ഈ വിൽപ്പനക്കാരുടെ അരികിലെത്തി. പക്ഷേ കുഞ്ഞായിരുന്നതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിലുള്ള ധാന്യമണി കുറേ പോയിരുന്നു. അവൻ കൈ പതിയെ തുറന്നു നോക്കി, ഒന്നുമില്ല, ആകെ 2-3 ധാന്യം മാത്രം. ഇത് കണ്ട് അവന് വിഷമമായി. അപ്പോൾ ആ മാമ്പഴ വിൽപ്പനക്കാരി പറഞ്ഞു, എൻ്റെ മാമ്പഴങ്ങൾക്ക് ഇത് മതി മോനെ. ഈ ഒരു വാക്ക് കേട്ടതും അവന് സന്തോഷമായി. അവൻ പതിയെ ആ അരി ആ മാമ്പഴക്കുട്ടയിലോട്ടിട്ടു. ആ സമയം തന്നെ ആ സ്ത്രീ ആ കുട്ടിയുടെ കൈ നിറയും വരെ മാമ്പഴം കൊടുത്തു. പിന്നീട് ആ സ്ത്രീ വീണ്ടും കൊട്ടയിലേക്ക് നോക്കി. ആ ഒരു സമയത്താണ് ചുറ്റും നിന്നിരുന്ന ഗ്രാമവാസികളും ആ സ്ത്രീയും എന്തിന് ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും വരെ അതിശയിച്ചു പോയി. ആ കുട്ട മുഴുവനും സ്വർണ്ണങ്ങളായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിരിക്കും അല്ലേ ആരുടെ കഥയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് മറ്റാരുടെയും കഥയല്ല, സാക്ഷാൽ ശ്രീകൃഷ്ണ തന്നെ കഥയാണ്. ശരിയെന്ന് ഇനി ഒരു അടുത്ത കഥയായിട്ട് വരാം.